വേണ്ട. എല്ലാവർക്കും സ്നേഹവന്ദനം. ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ നേതൃത്വം, ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഫണ്ട് കണ്ടെത്തുന്ന എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ചെയ്തും എല്ലാവരും കൂടെയൊക്കെ ഞങ്ങളുടെ ടീമംഗളെല്ലാവരും കൂടെയൊക്കെ സഹകരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ തുണികളുടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. നമ്മൾ പുതിയ തുണികൾ സെയിൽ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ സെയിലിന് വേണ്ടി കുറച്ച് തുണികളൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എടുത്ത സമയത്ത് ഞങ്ങളുടെ അകത്തൊരു ആഗ്രഹം തോന്നി, അത് നിങ്ങളൊരാൾക്ക് തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് അതിനൊരു നിബന്ധനയുണ്ട്, ഏറ്റവും കൂടുതൽ കഷ്ടം സഹിച്ച് ഏറ്റവും കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടോടെ ജീവിക്കാൻ വേറെ വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്ത, ആരും ആശ്രയിക്കാനില്ല, എന്തെങ്കിലും ഒന്ന് കുടുംബത്തെ പോറ്റാൻ വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏകദേശം ഞങ്ങൾ ഒരു 30,000 രൂപ 25,000 രൂപയ്ക്ക് മുകളിലുള്ള തുണിത്തരങ്ങളുണ്ട്. ഇതെല്ലാം ലേഡീസ് ഐറ്റംസ്, ജെൻസിൻ്റെതും കുഞ്ഞുങ്ങളുടെയൊക്കെ എല്ലാം കൂടെ ഇതിനകത്തുണ്ട്. എല്ലാം പുതിയ തുണികളാണ്, ഇത് കച്ചവടത്തിന് വേണ്ടി വാങ്ങിയ തുണികളാണ്. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ തരത്തിൽ പ്രയാസത്തിലായിരിക്കുന്ന ഒരാൾക്ക് തരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ടീമായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറ എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഏത് ജില്ലയായാലും ഏത് സ്ഥലമായാലും നിങ്ങൾക്ക് അർഹരാണെങ്കിൽ, നിങ്ങളതിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല എങ്കിൽ ഞങ്ങളത് അന്വേഷിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ വന്നത് അന്വേഷിച്ച് നിങ്ങൾ അർഹരാണെങ്കിൽ ഒരാൾക്ക്, ഒരു കുടുംബത്തിന് ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ ഏകദേശം 30,000 രൂപയ്ക്ക് അകത്ത് വരുന്ന ഇത്രയും സാധനങ്ങൾ, തുണിത്തരങ്ങളെല്ലാം കൂടി ഞങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊണ്ട് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കാം, ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. അപ്പോൾ അത് അന്വേഷിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. ദയവായിട്ട് അർഹരല്ലാത്ത ആരും വിളിക്കരുത്. പിന്നെ തീരെ അർഹരായ ആൾക്ക് ചിലപ്പോൾ മൊബൈൽ കാണണമെന്നില്ല, അപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്തവർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അവർ ആ കുടുംബത്തിന് ഇത് കിട്ടിയ ഉപകാരമാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെ ഒരാളെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരിക, ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന നിലയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കിട്ടാത്തൊരു പിണങ്ങരുത്. ഞങ്ങൾ അന്വേഷിച്ച് ഒരാൾക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ.